ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ടോപ്പ് 8 ഗവൺമെൻറ് സ്കീംസ് വിത്ത് 0% റിസ്ക്. ഗവൺമെൻറ് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 100% സേഫ് ആണ്. കാരണം നമുക്കൊരു ഗവൺമെൻറ് സോവറൈൻ ഗ്യാരണ്ടി കിട്ടും. ഇങ്ങനെയുള്ള 8 ടോപ്പ് ഗവൺമെൻറ് സ്കീംസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. Number 1, Post Office Monthly Scheme. Number 2, Post Office Recurring Deposit. Number 3, Gilt Mutual Funds. 4, Sovereign Gold Bonds. 5, National Pension Scheme. 6, National Savings Certificate. 7, Public Provident Fund. 8, Government Bonds. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ 8 സ്കീമുകൾ. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഈസ് ഷയാസ്. തുടങ്ങുന്നതിന് മുൻപ് ഇതുവരെയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തും. ബിക്കോസ് വി പോസ്റ്റ് ക്വാളിറ്റി വീഡിയോസ് ഓൺ പേഴ്സണൽ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ടു ഹെൽപ്പ് യു ക്രിയേറ്റ് വെൽത്ത്. ലെറ്റ്സ് സ്റ്റാർട്ട്. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം POMIS കുറിച്ച് ആദ്യം നമുക്ക് പറയാം. POMIS ഒരു മന്ത്ലി ഇൻകം സ്കീമാണ്. തുടക്കത്തിൽ ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് ഒരു ഫിക്സഡ് ആനുവൽ റിട്ടേൺ നമുക്ക് കിട്ടുന്നു. ഈ റിട്ടേൺ ഡിവിഡൻഡായി മാസാമാസം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നു. ഇതാണ് പരിപാടി. നല്ലൊരു സോഴ്സ് ഓഫ് സ്റ്റേബിൾ ഇൻകം ആണ് ഈ സ്കീം. ഈ സ്കീമിന്റെ ചില ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം ഇനി. എലിജിബിലിറ്റി: എനി ഇന്ത്യൻ സിറ്റിസൺ ഓഫ് ഏജ് 18 ആൻഡ് എബോവ്, 18 വയസ്സോ അതിന് മുകളിലുള്ള ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. മിനിമം ഇൻവെസ്റ്റ്മെന്റ് ₹100. മാക്സിമം ലിമിറ്റ് ഓഫ് സിംഗിൾ അക്കൗണ്ട് 4,50,000. മാക്സിമം ലിമിറ്റ് ഫോർ ജോയിന്റ് അക്കൗണ്ട് 9 lakhs. മാക്സിമം ലിമിറ്റ് ഫോർ മൈനർ അക്കൗണ്ട് 3 lakh rupees. മെച്യൂരിറ്റി പീരിയഡ് 5 years. ഇൻട്രസ്റ്റ് റേറ്റ് 6.6% പെർ ആനം. ഇനി ഈ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ ചില ബെനിഫിറ്റ്സ് നോക്കാം. Branch to branch easy account transfer, available in rural areas, capital safety and assured returns, start with minimum ₹100, premature closure of account, no TDS is deducted. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി വിത്ഡ്രോവൽ പെനൽറ്റീസ് ആണ്. ഈ സ്കീമിന്റെ മെച്യൂരിറ്റി പീരീഡ് 5 years ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിന് മുൻപ് ഈ സ്കീം അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു പെനൽറ്റി കൊടുക്കേണ്ടി വരും. ഒരു ആപ്ലിക്കേഷൻ ഫോമും പാസ്ബുക്കും പോസ്റ്റ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഈ സ്കീമിൽ നിന്നും മെച്യൂരിറ്റി എത്തുന്നതിന് മുൻപ് തന്നെ ഒരാൾക്ക് പണം പിൻവലിക്കാവുന്നതാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഡെപ്പോസിറ്റ് ഡേറ്റ് തൊട്ട് 1 വർഷം എന്തായാലും കഴിയണം വിത്ഡ്രോ ചെയ്യാൻ. ആദ്യം 1 വർഷം ഇതിനിടയിൽ പണം നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. ഈ 1 വർഷത്തിന് ശേഷം, എന്നാൽ 3 വർഷത്തിന് മുൻപ് നമ്മൾ വിത്ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ 2% പെനൽറ്റി ആയിട്ട് പിടിക്കും. ഇനി 3 വർഷത്തിന് ശേഷം, എന്നാൽ 5 വർഷത്തിന് മുൻപ് ആണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഇൻവെസ്റ്റഡ് എമൗണ്ടിന്റെ 1% ഡിഡക്ട് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരാൾ ഈ സ്കീമിൽ ₹1,00,000 തുടക്കത്തിൽ നിക്ഷേപിക്കുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6.6% ആണ്. അപ്പോൾ ഓരോ മാസവും ഇയാൾക്ക് ₹550 കിട്ടും. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരാൾ ഇതിൽ ₹4,50,000 ഇൻവെസ്റ്റ് ചെയ്താൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6.6% പെർ ആനം ആയതുകൊണ്ട് മാസം ₹2,475 വെച്ച് ഇയാൾക്ക് കിട്ടും. അടുത്തത് പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. വളരെ പോപ്പുലർ ആയ ഒരു ഡെപ്പോസിറ്റ് ആണ് പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്സ്. ഇതിന്റെ ഒരു കാരണം ആകർഷകമായ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. മികച്ച ഒരു പ്രോഫിറ്റ് മെച്യൂരിറ്റി എത്തുമ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടും. ഈ സ്കീമിന്റെ ചില ഫീച്ചേഴ്സ് നോക്കാം നമുക്ക്. മിനിമം ഡെപ്പോസിറ്റ് ₹10 പെർ മന്ത്. മാക്സിമം ഡെപ്പോസിറ്റ് അങ്ങനെ നോ അപ്പർ ലിമിറ്റ്, അങ്ങനെ അപ്പർ ലിമിറ്റ് ഒന്നുമില്ല. ടെന്യൂർ കാലാവധി 5 years ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് 5.8% പെർ ആനം കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. ഇനി ഈ സ്കീമിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയാം. എനി ഇന്ത്യൻ സിറ്റിസൺ ഓഫ് ഏജ് 18 ആൻഡ് എബോവ്, 18 വയസ്സോ അതിന് മുകളിലോ ഉള്ള ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. മൈനർ ആണെങ്കിൽ 10 വയസ്സിന് മുകളിലുള്ള ആളായിരിക്കണം. മൈനേഴ്സിന് വേണ്ടി പാരൻസിനോ ഗാർഡിയൻസിനോ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതും ഓപ്പറേറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരാൾ മാസാമാസം ₹5,000 ഈ സ്കീമിൽ ഇടുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5.8% പെർ ആനം ആണ്. അപ്പോൾ ഇയാൾക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ₹3,48,480 ആയിരിക്കും. അടുത്തത് ഗിൽറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. ഇത് ഡെറ്റ് ഫണ്ട്സ് ആണ്. സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്സ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളിലും ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസിലുമാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. പല വിധത്തിലുള്ള മെച്യൂരിറ്റി ഡേറ്റ്സ് ഉള്ള ഇൻസ്ട്രുമെന്റ്സിലാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തപ്പെടുന്നത്. ഗിൽറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് കൺസിഡർ ചെയ്യേണ്ട ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. നമ്പർ 1, റിസ്ക്. ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഗിൽറ്റ് ഫണ്ട്സിൽ ക്രെഡിറ്റ് റിസ്ക് ഒന്നും ഇല്ലെങ്കിലും പലിശ നിരക്കിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഈ ഫണ്ട്സിനെ സംബന്ധിച്ച് ഒരു റിസ്ക് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ്സ് കുത്തനെ ഉയർന്നാൽ ഗിൽറ്റ് ഫണ്ടിന്റെ NAV താഴേക്ക് കുത്തനെ പോകും. നമ്പർ 2, റിട്ടേൺ. ഗിൽറ്റ് ഫണ്ട്സിന്റെ റിട്ടേൺസ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ഇത്ര റിട്ടേൺസ് കിട്ടിയിരിക്കും എന്നൊരു ഗ്യാരണ്ടി അതുകൊണ്ട് തന്നെ ഇവിടെ തരാൻ കഴിയില്ല. നമ്പർ 3, എക്സ്പെൻസ് റേഷ്യോ. മറ്റേതൊരു മ്യൂച്വൽ ഫണ്ട്സിനെയും പോലെ ഗിൽഡ് ഫണ്ട്സും ഒരു ഫീ ഈടാക്കുന്നുണ്ട് ഫണ്ട് മാനേജ് സർവീസിന് വേണ്ടിയിട്ട്. ഇതിനെയാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. നമ്പർ 4, ടാക്സേഷൻ. 3 വർഷത്തിൽ കുറവാണ് ഹോൾഡിംഗ് പീരിയഡ് എങ്കിൽ ഇതിൽ നിന്നുമുള്ള ഗെയിൻസിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആയിട്ടാണ് കണക്കാക്കുക. ഇത് ടാക്സ് ബാധകമായ ഒരു ഇൻകം ആയിട്ടാണ് കണക്കാക്കുക. ഇൻകം ടാക്സ് സ്ലാബ് റേറ്റ് അനുസരിച്ചുള്ള ടാക്സ് കൊടുക്കുകയും വേണം. ഇനി ഹോൾഡിംഗ് പീരിയഡ് മോർ ദാൻ 3 ഇയേഴ്സ് ആണെങ്കിൽ ഗെയിൻസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് കണക്കാക്കുക. ഇതിന്റെ ടാക്സ് ഫ്ലാറ്റ് റേറ്റ് ഓഫ് 20% ആഫ്റ്റർ ഇൻഡെക്സേഷൻ ആയിട്ടാണ് എടുക്കുക. അടുത്ത സ്കീം സോവറൈൻ ഗോൾഡ് ബോണ്ട്സ് ഓർ SGBs. നവംബർ 2015 ഗവൺമെന്റ് സോവറൈൻ ഗോൾഡ് ബോണ്ട് സ്കീം കൊണ്ടുവരുന്നത്. ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഗോൾഡ് ബോണ്ട്സും ഈ ഡെറ്റ് ഫണ്ട് കാറ്റഗറിയിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. ഇതൊരു സെക്യൂർഡ് ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസ് ആണ്. മാർക്കറ്റ് റിസ്കുകളിൽ നിന്നും വോളറ്റിലിറ്റിയിൽ നിന്നുമുള്ള പരിരക്ഷ ഇവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഗവൺമെന്റ് ബാക്ക്ഡ് സെക്യൂരിറ്റി ആയതുകൊണ്ട് SGBs വിശ്വാസയോഗ്യമായ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഗ്രാം ഗോൾഡിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് സോവറൈൻ ഗോൾഡ് ബോണ്ട്സ് ഡിനോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിന്റെ മിനിമം യൂണിറ്റ് 1 ഗ്രാം ആണ്, പിന്നെ 2 ഗ്രാം 3 ഗ്രാം അങ്ങനെ പോകും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി SGBs ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ചില ഫീച്ചേഴ്സ് നോക്കാം നമുക്ക്. ആദ്യം എലിജിബിലിറ്റി. റെസിഡന്റ് ഇന്ത്യൻ എൻറ്റിറ്റീസ് ഇൻക്ലൂഡിംഗ് ഇൻഡിവിജ്വൽസ്, SUFs, ട്രസ്റ്റ്സ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവയ്ക്ക് മാത്രമാണ് SGBs വിൽക്കപ്പെടുന്നത്. കാലാവധി നോക്കുമ്പോൾ 8 ഇയേഴ്സ് ആണ് മെച്യൂരിറ്റി. അതായത് നമ്മൾ SGB നിലവിലെ വിലയിൽ ഇന്ന് വാങ്ങുകയും മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്താൽ RBI ഈ ബോണ്ടുകൾ നമ്മളിൽ നിന്നും 8 വർഷത്തിന് ശേഷം ഉള്ള ഗോൾഡ് റേറ്റിൽ വാങ്ങും. നമ്മുടെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ് അനുസരിച്ച് മെച്യൂരിറ്റി എത്തുന്നതിന് മുൻപ് ഈ ബോണ്ടുകൾ RBIക്ക് വേണമെങ്കിൽ നമുക്ക് വിൽക്കാം, അല്ലെങ്കിൽ മെച്യൂരിറ്റിക്ക് ശേഷം 3 വർഷം വരെ കൂടുതലായിട്ട് ഇത് ഹോൾഡ് ചെയ്ത് വെക്കുകയും ആവാം. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് നോക്കാം. സോവറൈൻ ഗോൾഡ് ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 2.5% പെർ ആനം ആണ്. ഇത് ഫിക്സഡ് റേറ്റ് ആണ്. സെമി ആനുവലി ആയിട്ടാണ് ഇത് ഇൻവെസ്റ്റർക്ക് പേ ചെയ്യുന്നത്. പ്ലീസ് റിമെമ്പർ, ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ അപ്ലൈ ആവുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമാണ്. ഇനി ലിമിറ്റ്സ് ഓൺ മിനിമം ആൻഡ് മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് നോക്കാം. മിനിമം ഇൻവെസ്റ്റ്മെന്റ് 1 ഗ്രാം ആണ്. മാക്സിമം ലിമിറ്റ് 4 കിലോഗ്രാം ഫോർ ഇൻഡിവിജ്വൽസ്, 4 കിലോഗ്രാം ഫോർ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ആൻഡ് 20 kg ഫോർ ട്രസ്റ്റ് ആൻഡ് സിമിലർ എൻറ്റിറ്റീസ്. ഓരോ സമയത്തും ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന അനുസരിച്ച് ഇത് മാറും. പിന്നെ ഇത് ട്രേഡബിൾ ആണോ അല്ലയോ എന്ന് നോക്കാം നമുക്കിനി. ഇൻവെസ്റ്റർക്ക് അവരുടെ ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് ഡിജിറ്റൈസ് ചെയ്ത് ഡിമാറ്റ് ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സോവറൈൻ ഗോൾഡ് ബോണ്ട്സ് സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്ത് 14 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം. ആളുകൾക്ക് സെക്കൻഡറി മാർക്കറ്റിൽ നിന്നും ഇത് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാം. സോവറൈൻ ഗോൾഡ് ബോണ്ട് ഫണ്ട്സിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് നോക്കാം നമുക്കിനി. നമ്പർ 1, പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. റെഗുലർ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കിട്ടുമെന്നതാണ് ഒന്നാമത്തെ ഗുണം. ഇതൊരു ഗുഡ് സോഴ്സ് ഓഫ് പാസീവ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. സ്വർണ്ണവില കൂടിയാലും കുറഞ്ഞാലും എല്ലാ 6 മാസം കൂടുമ്പോഴും ഇൻട്രസ്റ്റ് കിട്ടുന്നു. അത് കൊള്ളാവുന്ന പരിപാടിയല്ലേ. ഇനി നമ്പർ 2, സെക്യൂർ സ്റ്റോറേജ്. ശരിക്കുമുള്ള സ്വർണം, ഫിസിക്കൽ ഗോൾഡ് വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി ഒരു ഇഷ്യൂ ആണ് അല്ലേ. അത് സൂക്ഷിച്ചു വെക്കേണ്ട നമുക്ക്. SGBsന് ആ പ്രശ്നം വരുന്നില്ല. ഇത് പേപ്പർ ആൻഡ് ഡിമാറ്റ് ഫോർമാറ്റ്സിൽ അവൈലബിൾ ആണ്. സ്വർണ്ണമാണെങ്കിൽ പല ആളുകൾക്കും ബാങ്ക് ലോക്കറിലൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടി വരും, അതിനും പൈസ കൊടുക്കേണ്ടി വരും. ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്പർ 3, ടാക്സ് ബെനിഫിറ്റ്സ്. ഈ ബോണ്ടുകൾ വാങ്ങുമ്പോൾ GST കൊടുക്കേണ്ട. ഫിസിക്കൽ ഓർ ഡിജിറ്റൽ ഗോൾഡ് ആണെങ്കിൽ GST കൊടുക്കണം. സെക്കൻഡ്ലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, മെച്യൂരിറ്റി എത്തി ഈ ബോണ്ടുകൾ സെൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻസ് മുഴുവനായും ടാക്സ് ഫ്രീ ആണ്. ഇതിൽ നിന്നും കിട്ടുന്ന പീരിയോഡിക് ഇൻട്രസ്റ്റിന് ടാക്സ് കൊടുക്കണം. നമ്പർ 4, കൺവീനിയൻസ്. എളുപ്പത്തിൽ ഇത് കിട്ടും എന്നുള്ളതാണ് ഒരു കാര്യം. SGBsനായി ബാങ്കുകൾ വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ അപ്ലൈ ചെയ്യാം. മാത്രമല്ല ഈ ബോണ്ടുകൾ ഓൺലൈൻ വഴി വാങ്ങുമ്പോൾ വില ഗ്രാമിന് 50 രൂപ കുറവുമാണ്. നമ്പർ 5, കൊളാട്രൽ ഫോർ ലോൺസ്. ബാങ്കിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിൽ നിന്നോ ലോൺ എടുക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഈ സെക്യൂരിറ്റീസ് കൊളാട്രലായി യൂസ് ചെയ്യാം. അടുത്തത് നാഷണൽ പെൻഷൻ സ്കീം NPS മാനേജ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ്. ഇതൊരു വോളണ്ടറി ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പെൻഷൻ സിസ്റ്റമാണ്. നിലവിൽ 18 മുതൽ 70 വയസ്സ് വരെയുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇതിന്റെ ഭാഗമാകാം. കൂടാതെ നോൺ റെസിഡന്റ് ഇന്ത്യൻസിനും ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ OCISനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. NPSൽ ചേരുന്ന ആളുകൾക്ക് ഒരു പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ ലഭിക്കും. ഏതൊരു വ്യക്തിക്കും ഈ പ്രാൻ നമ്പർ വെച്ച് 2 സബ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ സബ് അക്കൗണ്ടുകളെ ടയേഴ്സ് എന്നാണ് വിളിക്കുക. ടയർ 1നെ വിളിക്കുന്നത് മെയിൻ പെൻഷൻ അക്കൗണ്ട് എന്നാണ്.
ഈ അക്കൗണ്ടിന് കീഴിൽ ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 80C പ്രകാരം വർഷം തോറും 1.5 lakh rupees വരെയും സെക്ഷൻ 80CC-D പ്രകാരം അഡീഷണലായി 50,000 രൂപയ്ക്കും ഇൻകം ടാക്സ് ഇളവ് ലഭിക്കും. ഇങ്ങനെ 2 ലക്ഷം രൂപ വരെ ടാക്സബിൾ ഇൻകത്തിൽ നിന്നും ഓരോ വർഷവും ഇളവ് ലഭിക്കും. അതേസമയം ഈ അക്കൗണ്ടിൽ നിന്നുമുള്ള വിത്ഡ്രോവലിന് പണം പിൻവലിക്കുന്നതിന് പല നിബന്ധനകളും നിരവധി ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ട്. ടയർ 2 നമ്മുടെ അഡീഷണൽ അക്കൗണ്ട് ആണ്. ഇവിടെ നമുക്ക് അഡീഷണൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൽ ടയർ 1 അക്കൗണ്ട് ഉള്ളതുപോലെയുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. അതേസമയം തന്നെ ടയർ 1 അക്കൗണ്ട് ഉള്ളതുപോലെയുള്ള ടാക്സ് ഡിഡക്ഷൻ ബെനിഫിറ്റുകളും ഇവിടെ കിട്ടില്ല. ടയർ 1 അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടയർ 2 അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. നോൺ ഗവൺമെന്റ് എംപ്ലോയീസിനുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു പരിപാടിയാണിത്. ഗവൺമെന്റ് എംപ്ലോയീസിന് ഈ ടയർ 2 അക്കൗണ്ടിലും ടാക്സ് ഇളവുകളുണ്ട്. ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മാക്സിമം 1.5 lakh rupees വരെയുള്ള കോൺട്രിബ്യൂഷൻസിന് ടാക്സ് ഇളവ് ലഭിക്കും അവർക്ക്. നമുക്ക് ടയർ 1 അല്ലെങ്കിൽ മെയിൻ പെൻഷൻ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കണമെങ്കിൽ 60 വയസ്സായേ പറ്റൂ. അതിനു മുൻപ് വിത്ഡ്രോവൽ നടക്കില്ല. മെച്യൂരിറ്റി പീരീഡ് എത്തുമ്പോൾ ഉപയോക്താവിന് മുഴുവൻ തുകയുടെ 60% മാത്രമേ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 60% ടാക്സ് ഫ്രീ ആണ്, ടാക്സിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. പക്ഷേ ബാക്കിയുള്ള 40% PFRDA രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഫേം വഴി റെഗുലർ പെൻഷൻ ആയിട്ടാണ് കിട്ടുക. ഇത് ടാക്സുകൾക്ക് വിധേയമാണ്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഒരാൾ 30ാമത്തെ വയസ്സിൽ 5000 രൂപ വെച്ച് NPSൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ 60 വയസ്സ് കഴിയുമ്പോൾ അയാൾക്ക് എത്ര എമൗണ്ട് കിട്ടുമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് 5,000, കറന്റ് ഏജ് 30, ഇയേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 30, ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 18 ലക്ഷമായിരിക്കും. റേറ്റ് ഓഫ് റിട്ടേൺ 10% മെച്യൂരിറ്റി എമൗണ്ട് അപ്പോൾ 1,13,02,440 രൂപ ആയിരിക്കും. അടുത്തത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് NSC. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ സർവീസ് സർട്ടിഫിക്കറ്റ് എന്ന സേവിംഗ് സ്കീം ആരംഭിക്കുന്നതും പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങുന്നതും 1989-ലാണ്. ലോവർ ആൻഡ് മീഡിയം ഇൻകം ഇൻഡിവിജ്വൽസിനിടയിൽ സേവിങ്സും ഇൻവെസ്റ്റിംഗും പ്രൊമോട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. ഫിക്സഡ് ഡെപ്പോസിറ്റിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു സേവിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് NSC. ഗ്രാമങ്ങളിലെയും അതുപോലെ തന്നെ നഗരങ്ങളിലെയും ആളുകൾക്ക് വളരെ വേഗത്തിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ഈ സേവനം എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും അവൈലബിൾ ആണ്. വളരെയധികം റിസ്ക് കുറഞ്ഞ ഫിക്സഡ് റിട്ടേൺ നൽകുന്ന ഇൻവെസ്റ്റ്മെന്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ അനുയോജ്യമായ ഒരു സ്കീമാണിത്. ഇനി നമുക്ക് ഈ സർട്ടിഫിക്കറ്റിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2020 ഏപ്രിൽ 1 മുതൽ NSCയുടെ 5 വർഷ ഡെപ്പോസിറ്റ് സ്കീം എടുക്കുന്നവർക്ക് 6.8% പലിശ നിരക്കാണ് നൽകി വരുന്നത്. ഇത് ആനുവലി കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നതാണ്. ഈ പലിശ നിരക്ക് ഗവൺമെന്റിന് 3 മാസം കൂടുമ്പോഴാണ് തീരുമാനിക്കുക. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഈ സ്കീം അവൈലബിൾ ആണ്. 10 വയസ്സിന് മുകളിലുള്ള മൈനറായ ആളുകൾക്ക് പോലും അവരുടെ പാരൻസോ ലീഗൽ ഗാർഡിയനോ മുഖാന്തരം ഇതിലൊരു അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റിന്റെ ലോക്ക് ഇൻ പീരീഡ് 5 വർഷമാണ്. ഒരു ഇൻവെസ്റ്റർക്ക് ഇതിൽ നിക്ഷേപിക്കേണ്ട മിനിമം എമൗണ്ട് 1000 രൂപയാണ്. ഇതിന് മാക്സിമം ലിമിറ്റ് ഒന്നുമില്ല. 100 രൂപയുടെ ഗുണനങ്ങളായിട്ട് എത്ര വേണമെങ്കിലും കൂട്ടി വരാം. അടുത്തത് തങ്ങളുടെ NSC സർട്ടിഫിക്കറ്റ് ഒരു കൊളാറ്ററലായി ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് ബാങ്കുകളിൽ നിന്നും ലോണുകൾ എടുക്കാവുന്നതാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. NSCയിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിന് സെക്ഷൻ 80C പ്രകാരം ടാക്സ് ഇളവുകളുണ്ട്. 1.5 ലക്ഷം രൂപ വരെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. മാത്രമല്ല ഇൻവെസ്റ്റർക്ക് ഒരു നോമിനിയെ നിർദ്ദേശിക്കാവുന്നതാണ്. അത് ഫാമിലി മെമ്പർ ആകാം അല്ലെങ്കിൽ ഒരു മൈനർ ആവാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റർക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ മെച്യൂരിറ്റി കഴിയുമ്പോൾ ഉള്ള എമൗണ്ട് ഈ നോമിനിക്ക് കിട്ടുന്നതാണ്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഒരാൾ NSCയിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6.8 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1,38,949 രൂപയായിരിക്കും. അടുത്തത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. അട്രാക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റിട്ടേൺസ് ഓഫർ ചെയ്യുന്ന ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഇതിൽ നിന്നുമുള്ള ഇൻട്രസ്റ്റും റിട്ടേൺസും ഇൻകം ടാക്സ് പ്രകാരം ടാക്സബിൾ അല്ല. ഈ സ്കീമിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന PPF അക്കൗണ്ടിൽ 1 വർഷം ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് അണ്ടർ സെക്ഷൻ 80C ഡിഡക്ഷൻസ് പ്രകാരം ക്ലെയിം ചെയ്യാം. ഇതിന്റെ മിനിമം കാലാവധി 15 ഇയേഴ്സ് ആണ്. 5 വർഷം വെച്ച് എത്ര വേണമെങ്കിലും ഇത് നീട്ടിക്കൊണ്ടുപോകാം. കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ് 7.1% ആണ്. ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 500 റുപ്പീസും മാക്സിമം ലിമിറ്റ് ഓരോ ഫിനാൻഷ്യൽ ഇയറും 1.5 lakh റുപ്പീസുമാണ്. ഒറ്റത്തവണ ആയോ 12 ഇൻസ്റ്റാൾമെന്റ്സ് ആയോ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഓപ്പണിംഗ് ബാലൻസ് കുറിച്ച് പറയുകയാണെങ്കിൽ വെറും 100 രൂപ വെച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. 1.5 ലക്ഷത്തിന് മുകളിലുള്ള ആനുവൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഇൻട്രസ്റ്റ് കിട്ടില്ല. ഒപ്പം ടാക്സ് സേവിങ്സിന് എലിജിബിൾ ആയിരിക്കുകയില്ല. ഡെപ്പോസിറ്റ് ഫ്രീക്വൻസി നോക്കുമ്പോൾ 15 വർഷത്തേക്ക് മിനിമം ഓരോ വർഷവും ഒരു തവണയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ക്യാഷ്, ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ എന്നിവയിലൂടെ ഒക്കെ ചെയ്യാം. ഒരു PPF അക്കൗണ്ട് ഹോൾഡർക്ക് ഒരു നോമിനിയെ വെക്കാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നീടോ. PPF അക്കൗണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടേ ഓപ്പൺ ചെയ്യാൻ കഴിയൂ. ജോയിന്റ് അക്കൗണ്ട് ഇല്ല. ഇനി റിസ്ക് ഫാക്ടർ നോക്കുകയാണെങ്കിൽ PPFും ഇന്ത്യൻ ഗവൺമെന്റ് ബാക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഗ്യാരണ്ടീഡ് ആണ്. റിസ്ക് ഫ്രീ റിട്ടേൺസും കംപ്ലീറ്റ് ക്യാപിറ്റൽ പ്രൊട്ടക്ഷനും ഉണ്ട്. PPF അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റിസ്ക് അതുകൊണ്ട് മിനിമൽ ആണെന്ന് പറയാം.
ഇനി എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ എനി ഇന്ത്യൻ സിറ്റിസൺ ക്യാൻ ഇൻവെസ്റ്റ് ഇൻ PPF. ഒരാൾക്ക് ഒരു PPF അക്കൗണ്ടേ പാടുള്ളൂ. സെക്കൻഡ് അക്കൗണ്ട് ഒരു മൈനറുടെ പേരിൽ വേണമെങ്കിൽ തുടങ്ങാം. NRIസിനും HUFസിനും എലിജിബിലിറ്റി ഇല്ല ഇതിന് വേണ്ടിയിട്ട്. ഇവർക്ക് ഓൾറെഡി ഒരു PPF അക്കൗണ്ട് ഉണ്ടെങ്കിൽ കംപ്ലീഷൻ ഡേറ്റ് വരെ അത് തുടരാം. ഇന്ത്യൻ സിറ്റിസൺസിനുള്ള പോലെ 5 വർഷം വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ഇവർക്ക് പറ്റില്ല. ഇനി എക്സാമ്പിൾ നോക്കാം. ഒരാൾ 1,50,000 രൂപ വെച്ച് ഓരോ വർഷവും PPFൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7.1%. 15 വർഷത്തിന് ശേഷം അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് 40,68,209 രൂപയായിരിക്കും. അതായത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 22,50,000 രൂപയായിരിക്കും. റേറ്റ് ഓഫ് റിട്ടേൺ 7.1% ആണ്. ആൾക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് 18,18,209 രൂപയും ടോട്ടൽ എമൗണ്ട് 40,68,209 രൂപയും ആയിരിക്കും. അടുത്തത് ഗവൺമെന്റ് ബോണ്ട്സ്. ഗവൺമെന്റ് ബോണ്ട് ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാനും ആവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്താനുമായി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഗവൺമെന്റിന് ഫണ്ട് വേണ്ടപ്പോൾ ബോണ്ടുകളാണ് പലപ്പോഴും ഒരു സൊല്യൂഷൻ ആയിട്ട് വരാറുള്ളത്. ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ ഫിനാൻസ് ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി RBI ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഈ ബോണ്ടുകൾ ലാർജ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആയ കമ്പനീസ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവയ്ക്കൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പല ടൈപ്സ് ഓഫ് ഗവൺമെന്റ് ബോണ്ട്സ് ഉണ്ട്. ട്രഷറി ബിൽസ്, ഡേറ്റഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഫിക്സഡ് റേറ്റ് ബോണ്ട്സ്, ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്സ്, സീറോ കൂപ്പൺ ബോണ്ട്സ്, സോവറൈൻ ഗോൾഡ് ബോണ്ട്സ്, NHAI ബോണ്ട്സ്, REC ബോണ്ട്സ് എന്നിങ്ങനെ. ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം നമുക്കിനി. ഒന്ന്, റിസ്ക് ഫ്രീ ആണ് എന്നുള്ളതാണ്. ഗവൺമെന്റ് ബോണ്ട്സ് അഷ്യൂർഡ് റിട്ടേൺസ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റേഴ്സിന് പ്രോമിസ് ചെയ്യുന്നുണ്ട്. റിസ്ക് ഫ്രീ സെക്യൂരിറ്റിക്ക് ഒരു എക്സാമ്പിൾ കൂടെയാണ് ഈ ബോണ്ടുകൾ. പിന്നെ റിട്ടേൺസ്. ഗവൺമെന്റ് ബോണ്ട്സിൽ നിന്നുമുള്ള റിട്ടേൺസ് ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ തന്നെ നല്ലതാണ്. പിന്നെ ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ കൂടെ ഫിക്സഡ് ഇൻട്രസ്റ്റും ഗ്യാരണ്ടീഡ് ആണ്. അടുത്തത് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. ഈ ഇൻവെസ്റ്റ്മെന്റ് ഒരു വെൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററിന് നൽകും. ഇനി ഈ സ്കീമിന്റെ ചില ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം നമുക്ക്. ഒന്ന്, ലോ റിട്ടേൺസ് ആണ്. ഇതിൽ നിന്നുമുള്ള ഇൻട്രസ്റ്റ് റിലേറ്റീവ്ലി കുറവാണ്. ഇക്വിറ്റി, റിയൽ എസ്റ്റേറ്റ്, കോർപ്പറേറ്റ് ബോണ്ട്സ് ഒക്കെ ആയി കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി കുറവാണ്. പിന്നെ ഉള്ളത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പ് 8 ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് സ്കീംസ് വിത്ത് 0% റിസ്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായും തോന്നുന്നുണ്ടെങ്കിൽ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അവ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.